ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാൻ ചിക്കൻ സിക്കിൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നോമ്പിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ല് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവ് ഇഷ്ടമുള്ളവർ 1 ടീസ്പൂൺ ചേർക്കാം. അല്ലാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ, ബ്രെഡ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ആ ബ്രെഡ് ക്രംസ് 2 ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ മസാല ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു നനവ് ഉള്ളതൊന്ന് പോകാൻ വേണ്ടിയാണ്, നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കേക്ക് സിക്കിൾസ് ചെയ്യുന്ന സ്റ്റിക്ക് കുത്തിവെച്ചതിന് ശേഷം സിക്കിൾസിൻ്റെ ഷേപ്പാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സിക്കിൾസും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ സിക്കിൾസ് തയ്യാറാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രീസ് ചെയ്തും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോമ്പിന് നമുക്ക് ഓരോ ദിവസവും ആവശ്യത്തിനുള്ളതെടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. അപ്പോൾ ഇതേപോലെ തന്നെ സിക്കിൾസ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും നമുക്ക് വെന്ത് കിട്ടുള്ളൂ. കാര്യം ചിക്കൻ നമ്മൾ വേവിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ സിക്കിൾസായിട്ട് എടുത്ത് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലും എഗ്ഗിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ കോരി ഒഴിച്ച് കോട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള സിക്കിൾസും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ സിക്കിൾസ് എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഈ സിക്കിൾസ് ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ വലിപ്പത്തിലുള്ള പാൻ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലത്തെ പാനിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ ശരിക്ക് ചിക്കൻ്റെ ഉള്ളൊക്കെ ശരിക്ക് വെന്ത്, ഈ ചിക്കൻ സിക്കിൾസിൻ്റെ ഉള്ളൊക്കെ ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ചിക്കൻ സിക്കിൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.